എൻ്റെ ഉറക്കം മുറിഞ്ഞുപോയി, എൻ്റെ ഉറക്കം പോയി എന്ന് നമ്മൾ പറയുമല്ലോ. ചിലപ്പോൾ നമ്മളിങ്ങനെ രാത്രി ഉറങ്ങുന്ന നേരത്തെ ഒരു ഫോൺ വന്ന്, ക്യാ ഹേ ഭായി എനിക്ക് ഫോൺ ആ ഗയാ, മേരി നീന്ത് ടൂട്ട് ഗയി, മേരി നീന്ത് ടൂട്ട് ഗയി, എൻ്റെ ഉറക്കം മുറിഞ്ഞുപോയി. പോയി എന്നേ പറയുള്ളൂ, ഉറക്കം മുറിഞ്ഞു പോയി എന്നിങ്ങനെ പറയാം. മേരി നീന്ത് ടൂട്ട് ഗയി എന്ന് പറയാം. ഓക്കെ, അപ്പം നീന്ത് എന്ന് പറയുന്നത് ഉറക്കം എന്നതാണ്. അപ്പോൾ ഉറക്കം എന്നത് അത് ഫെമിനൻ വേർഡായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ്, സ്ത്രീലിംഗമാണ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ പറയും എനിക്ക് ഉറക്കം വരുന്നുണ്ട്, മുജെ നീന്ത് ആ രഹാ ഹേ. തെറ്റാണത്. മുജെ നീന്ത് ആ രഹി ഹേ, നീന്ത് ആ രഹി ഹേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറയാം. കൈസ നീന്ത് ആ ഗയി, നീന്ത് ആ ഗയി, ഉറക്കം വന്നു, ഉറക്കം വന്നു എന്ന് പറയും. ഓക്കെ, ആപ്കി നീന്ത് കൈസാ താ, ആപ്കി നീന്ത് കൈസാ താ, കൽ രാത് ആപ്കി നീന്ത് കൈസാ തേ, കൈസത്തി എന്ന് പറയും. ആപ്കി നീന്ത്, താങ്കളുടെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ആപ്കി നീന്ത്, താങ്കളുടെ ഉറക്കം. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് പൊതുവെ ഇവരെന്തിനുപയോഗിക്കുന്നതാണ്? സ്ത്രീലിംഗ വാക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബച്ചോംകോ നീന്ത് ആ രഹി ഹേ, ബച്ചാക്കു നീന്ത് ആ രഹി ഹേ, കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. ബച്ചേക്കു നീന്ത് ആ രഹി ഹേ, ഉറക്കം വരുന്നുണ്ട്. ഖലാസ് മേര നീന്ത് ചലാ ഗയാ, മേരെ നീന്ത് ചലാ ഗയാ, എൻ്റെ ഉറക്കം പോയി എന്ന് പറയാം. ഓക്കെ, അപ്പം മേരി നീന്ത് ചലാ ഗയി, മേരി, മേര എന്ന് പറയില്ല, മേരി നീന്ത് ചലാ ഗയി, ഇങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നീന്ത് എന്ന് പഠിച്ചു. മറ്റത് അവിടെ ഭൂഗ്, ഭൂഗ് ലഗ് രഹി ഹേ, എനിക്ക് വിശക്കുന്നു, എനിക്ക് നന്നായി വിശക്കുന്നു. മുझे बहुत ഭൂഗ് ലഗ് രഹി ഹേ, ഭൂഗ് ലഗ് രഹി ഹേ, നീ വിശക്കുന്നു. ഭൂഗ് ചലാ ഗയി, എൻ്റെ വിശപ്പൊക്കെ പോയിപ്പോൾ, എൻ്റെ വിശപ്പ് പോയി. അപ്പോൾ വിശക്കുന്നു എന്ന് പറയാൻ ഭൂഗ് ലഗ് രഹാ ഹേ എന്നല്ല, ഭൂഗ് ലഗ് രഹി ഹേ, മേരാ ബേട്ടാക്ക് ബഹുത് ഭൂഗ് ലഗ് രഹി, ഭൂഗ് ലഗ് രഹി ഹേ എന്ന് പറയാം. അപ്പോൾ ഭൂഗ് ലഗ്ന എന്ന് പറയുന്നത് എന്താ പറയുക? വിശക്കുന്നു എന്നാണ്. ഓക്കെ, ഭൂഗ് ലഗ് രഹി ഹേ, വിശക്കുന്നു. അപ്പോൾ രണ്ട് വാക്കുകൂടെ പഠിച്ചു. ഒന്ന് വിശക്കുക എന്നതും മറ്റൊന്ന് ഉറങ്ങുക എന്നതും. നീന്തും ഭൂഗും, ഇത് രണ്ടും നമ്മൾ സ്ത്രീലിംഗ വാക്കായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് അറിവ് പുതിയതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. आपका धन्यवाद, बहुत शुक्रिया.